പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അക്ബർ സ്നേഹക്കൂട്, അക്ബേഴ്സ് ട്രാവൽ ഡയറീസിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് ദ പർപ്പസ് ഓഫ് ലൈഫ്. ജീവിതത്തിന് ഒരു പർപ്പസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു മതത്തിൽ ജനിച്ച് വീഴുകയാണ്. ഒരു മതവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റിയോടുകൂടിയാണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ തന്നെ വളരുന്നത്. വി ഡോണ്ട് ഹാവ് എ ചോയ്സ്. ഈ സമൂഹം നമുക്കൊരു ചോയ്സ് തരുന്നില്ല തിരഞ്ഞെടുക്കാനുള്ള പക്വത വരുമ്പോഴത്തേക്കും നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ, മാതാപിതാക്കളുടെ മതത്തിൻ്റെ എട്ടുകാലി വലയിൽ കുരുങ്ങിക്കഴിഞ്ഞിരിക്കും. രക്ഷപ്പെടാൻ നിങ്ങൾ ആ വല തന്നെ പൊട്ടിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ അതുവരെയുള്ള നിങ്ങളുടെ ബന്ധങ്ങൾ, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ നിരവധി സംഗതികളെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്ത് ചാടാൻ പക്ഷേ അധികം ആരെക്കൊണ്ടും സാധ്യമല്ല. അങ്ങനെ പൊട്ടിച്ച് പുറത്ത് ചാടാൻ കഴിയുന്ന വിരളം ആളുകളേ ഉള്ളൂ. അവർ പക്ഷേ എൻലൈറ്റൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, സാക്ഷാത്കാരം നേടിയ ആളുകൾ എന്ന് വെച്ചാൽ ബൗദ്ധികമായ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബോധോദയം എന്നൊക്കെ പറയുമല്ലോ. ബോധോദയം ഉണ്ടായ ആളുകൾ, ബുദ്ധന്മാരെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ കുറച്ച് ബുദ്ധന്മാർക്ക് മാത്രം കഴിയുന്നതാണ് ആ സംഗതി. ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങാമല്ലേ? വയലാർ രാമവർമ്മയെക്കുറിച്ച് ചിലർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു പ്രവാചകനാണോ? അത്ര ആഴത്തിൽ ചിന്തിക്കാൻ ചിന്തിച്ച ഒരു മഹാപ്രതിഭയാണ് വയലാർ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സും പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു.
മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സും പങ്കുവച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ, 1000 യുഗങ്ങളിലൊരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ, മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ. ആ സമൂഹത്തിൽ ജനിച്ച് നരകിക്കുന്ന മനുഷ്യരുടെയും അവസ്ഥ. അവനവൻ്റെ ജന്മം കൊണ്ട് എൻ്റേതായ എൻ്റെ മതം ഏറ്റവും ശരിയെന്ന് വാദിക്കുന്ന ഒരുതരം ഫാസിസ്റ്റ് മനോഭാവം ഓരോ മനുഷ്യനിലും രൂഢമൂലമായിരിക്കുകയാണ്, വേരിറങ്ങിയിരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? അപ്പോൾ മതങ്ങൾ പറഞ്ഞു തരുന്നൊരു പർപ്പസുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതിനനുസൃതമായി ജീവിതത്തെ ഒരു പ്രത്യേകതരം മോൾഡിലിട്ട് വാർത്തെടുക്കപ്പെട്ട കുറേ മനുഷ്യരാണ് ഈ സമൂഹത്തിൽ നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, തൽക്കാലം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് മനുഷ്യനായി, പച്ച മനുഷ്യനായി, മാനവികതയിൽ ഊന്നി നിന്ന് ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ്, എൻ്റെ പർപ്പസ് എന്താണ്, ഹു ആം ഐ, ഞാൻ എന്തിനാണ്, വൈ ഐ ആം ഹിയർ, വാട്ട് ഈസ് മൈ പർപ്പസ്, എൻ്റെ പർപ്പസ് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ എളുപ്പമാണ്. പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങൾ നിലവിലുള്ള 8 കാലി വലയിൽ നിന്ന് തൽക്കാലം ഒന്ന് പുറത്തു വരണം. പ്രയാസമാണ്, വന്നേ തീരൂ. പൊട്ടിച്ചെറിഞ്ഞിട്ട് വരണമെന്നല്ല പറയുന്നത്, പതുക്കെ ഒന്ന് പുറത്തു വരിക. അതിന് പുറത്ത് വന്നിട്ട് ചിന്തിച്ചാൽ നിങ്ങൾ അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് ആ വലയാണ് എൻ്റെ ലോകം, അതെൻ്റെ ട്രാപ്പാണെന്ന് ഞാൻ അറിയുന്നതേ ഇല്ല. ഞാൻ വിചാരിക്കുന്ന അതെൻ്റെ സ്വർഗമാണ്, അതെൻ്റെ വീടാണ്, അതെൻ്റെ ലോകമാണ്. അതിനപ്പുറത്തൊരു ലോകമില്ല. ആ വലയിലൂടെ ഞാൻ കാണുന്നതാണ് ലോകം, അതല്ലാത്തൊരു ലോകമില്ല എന്ന് നമ്മൾ മൂഢമായി വിശ്വസിച്ച് ജീവിച്ച് വരികയാണ്. സുഖങ്ങളും ദുഃഖങ്ങളും അല്ലേ മാറി 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 വന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ ഒരു ദുഃഖത്തിൽ നിന്ന്, ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ച് അതിലും വലിയൊരു ദുഃഖത്തിന് ഹേതുവാകുന്ന മറ്റൊന്നിലേക്ക് എടുത്ത് ചാടി, അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ജീവിതം ഒരു ശാപമാണ് എന്ന് കരുതുന്നവരധികം. പുറമേ ചിരിക്കുമെങ്കിലും സന്തോഷം നടിക്കുമെങ്കിലും പലർക്കും അറിയാം ഞാൻ ഒരുപാട് അടിച്ചമർത്തുന്നു എന്നെ, ഞാൻ ഒരുപാട് സപ്രസ് ചെയ്യുന്നു എന്നെ, ഞാൻ ഒരുപാട് ഹൈഡ് ചെയ്യുന്നു എന്നെ, എനിക്കെന്നെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ആരാണെന്ന് എനിക്ക് ഡിക്ലെയർ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തിയോട് പോലും ഞാൻ എന്താണ്, ഞാൻ ആരാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ലല്ലോ എന്ന വ്യഥ ഏറ്റവും വലിയൊരു ദുഃഖമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ ധീരയാവുക. കാരണം ജനനമെന്ന
ഒരു സംഭവത്തിനും മരണമെന്ന മറ്റൊരു സംഭവത്തിനും ഇടയ്ക്കുള്ള ഒരു ഫ്രാക്ഷനാണ് ലൈഫ്. ആ ലൈഫ് ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായി. അതിൻ്റെ ബേസിക്കായിട്ടുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള ഇത് തന്നെ ജീവിതത്തിൻ്റെ ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഈ ഈഗോയിസ്റ്റിക് ലൈഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ ഈഗോയും ആഗ്രഹിക്കുന്നത് എനിക്ക് സന്തോഷിക്കണം എന്നാണ്. വാണ്ട് ടു ബി ഹാപ്പി. പക്ഷെ ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ അപരൻ്റെ സഹജീവിയുടെ സന്തോഷത്തെ കെടുത്തുകയും അങ്ങനെ നമ്മൾ കൂടുതൽ സെൽഫിഷായി സന്തോഷം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലും ഭീകരമായ ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മെ അവിടെ കാത്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതുവരെ ഞാൻ പറയുന്നത് കേൾക്കുന്ന നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നിന്ന് നോക്കിയാൽ നമ്മൾ കൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ എന്തു ചെയ്യണം പ്രിയപ്പെട്ടവരെ? സോ ദ പർപ്പസ് ഓഫ് ലൈഫ് എന്താണ്? ഞാൻ പറയട്ടെ, ഉത്തരങ്ങളുണ്ടാവും. ഒരു ഈഗോയുടെ ഓരോ ഈഗോയ്ക്കും ഒരു പർപ്പസ് ഉണ്ട്. അത് സമൂഹം അടിച്ചേൽപ്പിച്ച് തരുന്നൊരു പർപ്പസാണ്. ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവുക, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുക, ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനാവുക, നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാവുക, ഏറ്റവും വലിയ ഭൂസ്വത്തിൻ്റെ ഉടമയാവുക, ഏറ്റവും വലിയ യജമാനനാവുക, അല്ലെങ്കിൽ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ നിരവധി സമൂഹം നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച് തരുന്ന പർപ്പസുകൾ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ഓരോ ഈഗോവിനും ഒരു പർപ്പസുണ്ട്. സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന നമ്മളൊരു സാമൂഹിക ജീവി എന്നതിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് ഓരോ പർപ്പസുകളുണ്ടാവും. അതൊന്ന് പൂർത്തീകരിക്കുമ്പോൾ അടുത്തത്, ഇല്ലെങ്കിൽ നമുക്ക് വേറെ പണിയില്ലല്ലോ അവിടെ. പക്ഷേ ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ശരിക്കും ബേസിക്കായിട്ട് ഫണ്ടമെൻ്റലായിട്ട് വൈ വി ആർ ഹിയർ. ഒറ്റ ഉത്തരവാണ്: ടു എൻജോയ് the bliss. To enjoy the bliss. To enjoy everything around us. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരുടെയും, ഓരോ മനുഷ്യൻ്റെയും മൗലികമായ പർപ്പസ് എന്ന് പറയുന്നത് ഈഗോയുടെ അല്ല കേട്ടോ. ഈഗോ ഡിഫറൻ്റാണ്. അക്ബറുടെ പർപ്പസല്ല, രാമേന്ദ്രൻ്റെ പർപ്പസല്ല, കബീറിൻ്റെ പർപ്പസല്ല, അത് വ്യത്യസ്തമാണ്. അക്ബറുടെ പർപ്പസ് വ്യത്യസ്തമാണ്, ഷക്കീലയുടെ പർപ്പസ് വ്യത്യസ്തമാണ്. പിന്നെ മക്കൾ ഓരോരുത്തരും ഓരോ ഈഗോ ആണ്, വ്യക്തിത്വമാണ്. ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ പർപ്പസാണ്. ദ പർപ്പസ് ഓഫ് എ ഹ്യൂമൻ ഈസ് എൻജോയ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ മാത്രമല്ല, എന്നോടൊത്ത് ജീവിക്കുന്ന, എൻ്റെ ചുറ്റും ജീവിക്കുന്ന, ഈ ലോകത്തെവിടെയും ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പർപ്പസ് എൻജോയ്മെൻ്റ് ആണെങ്കിൽ, സന്തോഷമാണെങ്കിൽ, ഞാനിങ്ങനെ മറ്റൊരാളുടെ സന്തോഷത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ നേടിയെടുക്കുന്നതും അങ്ങനെ ഞാൻ സന്തോഷിക്കുന്നതും സെൽഫിഷ്നെസ് മാത്രമാണ്. അത് ഈഗോയിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷെ ആ എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിലൊന്നും കിട്ടൂല കേട്ടോ. ഇനി അതെങ്ങനെയാണ്, ആ എൻജോയ്മെൻറ്റ് എങ്ങനെയാണ് ജീവിതത്തിലുടനീളം നിലനിർത്തുക എന്നതിനെക്കുറിച്ച് ഇനിയുള്ള യാത്രയിൽ നമുക്ക് ചർച്ച ചെയ്യാം. പ്രിയപ്പെട്ടവർ, എൻ്റെ അക്ബേഴ്സ് ട്രാവൽ ഡയറീസിലെ വീഡിയോകൾ മുഴുവനായി കാണുക, അനലൈസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പൂർണ്ണമായി വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യുക. മൗലികമായിട്ട് മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. സ്നേഹത്തോടെ, ഹൃദയത്തോടെ, അക്ബർ സ്നേഹം. വീണ്ടും കാണാം.